ഇപ്പോൾ കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ സാർ നമുക്കൊപ്പം ചേരുകയാണ്. സാറേ, മരണത്തിൽ എന്തെങ്കിലും കൺഫർമേഷൻ ഉണ്ടോ? എത്ര പേര് മരിച്ചു എന്നത്? 3, 2, 5 പേരെന്നാണ് കേൾക്കുന്നത്. കൺഫേം ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഹോസ്പിറ്റലാണ്, ഏനപ്പോയ ഹോസ്പിറ്റലിലേക്കും മംഗൽപാടി ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ട്. ഏതൊക്കെ ആശുപത്രിയിലേക്ക് സാറ് കൊണ്ടുപോയിരിക്കുന്നത്? കർണാടകയിലെ എനപ്പോയ ആശുപത്രിയിലേക്കും മംഗൽപാടി ഗവൺമെൻറ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാവുന്നത് ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്ന് ക്ലിയറായിട്ട് ഇതുവരെ ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. ബസ്സിൻ്റെ എന്തോ തകരാറ് സംഭവിച്ചോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ബാക്കി നോക്കിയിട്ട് നമുക്കറിയാം. ഉന്മേഷ്, കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപനാണ് നമ്മളോട് സംസാരിച്ചത്. ഈ അപകടത്തിൻ്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. 5 പേർ മരിച്ചു എന്ന് പറയുന്നുണ്ട്, പോലീസ് പറയുന്നുണ്ട്. 4 പേരുടെ മരണം കൺഫേം ആണ്. പക്ഷേ ഒരാൾ ആരെന്ന കാര്യത്തിലൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ഈ ബസ് അമിത വേഗതയിലായിരുന്നു. അത് അതായത് ഈ ബസ് ദേശീയപാതയിലൂടെ വരേണ്ട ബസ്സല്ല. പക്ഷേ കർണാടക RTC ബസ്സുകളൊക്കെ തന്നെ നിയമം തെറ്റിച്ചുകൊണ്ട് ഈ ദേശീയപാതയിലൂടെ കടന്നു വരുന്നു. സർവീസ് റോഡിലൂടെ പോകേണ്ട ബസ്സൊക്കെ തന്നെ നിയമം തെറ്റിച്ചുകൊണ്ട് ദേശീയപാതയിലൂടെ കടന്നു വരുന്നു. അത് അമിത വേഗതയിലാണ് വരുന്നത്. ഈ ബസ്സിൻ്റെ അമിത വേഗതയിലെത്തിയ ബസ് അത് നിയന്ത്രണം കിട്ടാതെ, ബ്രേക്ക് നഷ്ടപ്പെട്ട നിയന്ത്രണം കിട്ടാതെ ഇടിച്ചു കയറിയതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ഓട്ടോറിക്ഷകളിൽ ബസ് ഇടിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ ഓട്ടോറിക്ഷയിലുള്ള ആളുകളായിരുന്നു ഈ അപകടത്തിൽ മരിച്ചതെന്ന് പറയുന്നുണ്ട്. 2 പേർ യാത്രക്കാരായിരുന്നു. അവർ പുറത്ത് മറ്റു വാഹനത്തെ ആശ്രയിച്ച് മറ്റു വാഹനം കാത്തു നിൽക്കുന്ന ആളുകളാണ്. അവരും ഈ മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരാൾ വികലാംഗനായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇവരെയൊക്കെ തന്നെ മംഗലാപുരത്തെയും ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 2 പേരെ മംഗൽപാടി ആശുപത്രിയിലാണ് രണ്ട് മൃതദേഹങ്ങൾ നിലവിലുള്ളത്. മരിച്ച ആളുകളുടെ വിശദാംശങ്ങൾ, അതായത് കൂടുതൽ വിശദാംശങ്ങൾ, എത്ര പേർ മരിച്ചു എന്നതിനെക്കുറിച്ച് ഇനിയും ആധികാരികമായ വിവരങ്ങളൊക്കെ തന്നെ വരേണ്ടതുണ്ട്. നമ്മൾ ഇവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ ബസ്സിൻ്റെ ടയർ ഞാനൊന്ന് കാണിക്കാം. ബസ്സിൻ്റെ ടയർ പൂർണ്ണമായും തേഞ്ഞു പോയിട്ടുണ്ട്. ഈ ബസ് നിയന്ത്രണം വിട്ട്, അതായത് ബ്രേക്ക് പിടിച്ചിട്ടും, അത് ദേശീയപാതയാണ്, ചെറിയ മഴയുണ്ടായിരുന്നു. ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കാസർഗോഡ് ജില്ലയിൽ. അതുകൊണ്ട് തന്നെ ഈ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തെ അതിർത്തി മേഖലയിൽ മഴയുണ്ടായിരുന്നു. ബസ്സിന് ബ്രേക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത്.